കൊച്ചു എന്തോട് കൂടി അവിടെ? ഞാനൊരു കറിവേപ്പില വെച്ചായിരുന്നു ചായ. നമ്മൾ ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കുന്നില്ലേ, അതിന് വേണ്ടിട്ട്. എന്തോ ഉണ്ടാക്കുന്നേ? നമ്മൾ ഇന്ന് പരിപ്പുവട ഉണ്ടാക്കാം. നമുക്ക് കിച്ചണിലോട്ട് പോവാം. നമ്മൾ പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 200 ഗ്രാം തുമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 4 മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുന്നതാണ് ഇപ്പം. ഇനി നമുക്ക് ഇത് കുതിർത്ത് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ പരിപ്പെല്ലാം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി, 10 ചെറിയ ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർക്കണം. പിന്നെ 2-3 തണ്ട് കറിവേപ്പില, പിന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ആവശ്യം അനുസരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തോരപ്പരിപ്പൊന്നും ശരിക്കും അങ്ങനെ പേസ്റ്റ് പോലെ ഒന്നും ആവരുത്. ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഹോളായിട്ട് ഇങ്ങനെ കിടക്കണം, എന്നാലേ പരിപ്പുവടയുടെ ടേസ്റ്റ് വരത്തുള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ അത്. നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വറുത്തെടുക്കുക. അപ്പം അതിലോട്ട് പോവാം. നമ്മൾ ചീൻചട്ടി വെച്ചിട്ടുണ്ട്. ചീൻചട്ടി ചൂടായി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യുന്നത്, അപ്പൊ അതനുസരിച്ചുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്നും ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ വടക്കുള്ള ആ ബാറ്റർ നമ്മളിങ്ങനെ കുഞ്ഞു ബോൾസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്ത് ഈ കയ്യിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും പരിപ്പുവടയുടെ ഷേപ്പ് ഒക്കെ അറിയാമല്ലോ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന്റെ അത്രയും പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. നമ്മുടെ പരിപ്പ് വടയൊക്കെ ആയി വരുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് ഒരു 2 മിനിറ്റത്തേക്കിനും കൂടി ആ എണ്ണയ്ക്കകത്തൊന്ന് കിടന്നാൽ മതി. പിന്നെ നമുക്ക് കോരി മാറ്റാം. നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാറ്റാം. കണ്ടോ, സിമ്പിൾ അല്ലേ ഇത് ഉണ്ടാക്കാൻ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് പരിപ്പ് വടയും ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. സിമ്പിൾ അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.